നമസ്കാരമുണ്ട്. ഞാൻ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്റെ പേര് സൂസൻ ജോസഫ്. ഓക്കെ മാം. അപ്പൊ ഇന്ന് നമുക്കൊരു ന്യൂസ് കണ്ടായിരുന്നു. അതായത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ 2 ഹരിതകർമ്മ സേനയിലെ പ്രവർത്തകര് കളഞ്ഞു കിട്ടിയ, അതായത് മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഡയമണ്ട് നെക്ലേസും കമ്മലും തിരിച്ചു കൊടുത്ത് മാതൃകയാണ്. അപ്പൊ ആ ഒരു വാർത്തയെ ഫോളോ അപ്പ് ചെയ്തിട്ടാ മാമിനെ വിളിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും മാമിന് അറിയോ? എനിക്കറിയാം. കാരണം ഇവര് 15-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങളായ റീനയും ജെസ്സിയുമാണ്. ഈ 2 വ്യക്തികൾ എല്ലാ മാസങ്ങളിലും എല്ലാ വീടുകളിലും ഹരിതകർമ്മസേന അംഗങ്ങളായിട്ട് ചെന്ന് അവർ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുകയും യൂസർ ഫീ ആയ 50 രൂപ ഇവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് പതിവ്. ഈ ഡയമണ്ട് നെക്ലസ് കിട്ടിയ വീട്ടിലെ അവര് ഒരു മാസം അവര് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപേ അവര് ഇത് പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ 3 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യം അവര് ആ വീട്ടിൽ നിന്ന് ഇവർക്ക് കൊടുത്തു. ഇവര് സാധാരണ ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്ന വീടുകളിൽ തന്നെ ഇട്ടിട്ട് കുടഞ്ഞിട്ട് അതിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ തരം തിരിച്ചാണ് അവർ എടുക്കുന്നത്. അത് തരം തിരിച്ച് കെട്ടി അവർ തിരിച്ചു കൊണ്ടുപോരും. അതേപോലെ 2 ചാക്ക് തരം തിരിച്ചു കഴിഞ്ഞതിന് ശേഷം വീടിന്റെ ഉടമസ്ഥ പറഞ്ഞു, നിങ്ങൾ ഇനി അത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിലിട്ട് തിരിഞ്ഞെടുക്കെന്ന് പറഞ്ഞു. ഇവരുടനെ തന്നെ അവരോട് മറുപടി പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇട്ട് തരം തിരിച്ചെടുത്തിട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും പറഞ്ഞു. 3-ാമത്തെ ചാക്ക് ഇവർ കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർക്കൊരു പൊതി കിട്ടി. ഈ പൊതി തുറന്നു നോക്കിയപ്പോഴത്തേക്ക് മുത്തുമാല പോലെ തിളങ്ങുന്ന ഒരു മാലയാണ് ഇവരുടെ കയ്യിൽ കിട്ടിയത്. ആദ്യം ഇവര് വേഗം തന്നെ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊരു മുത്തുമാല കിട്ടിയിട്ടുണ്ട്, ഇത് ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ആദ്യം ചോദിച്ചു. മുത്തുമാലയാണല്ലോ എന്നോർത്ത്. അപ്പൊ പെട്ടെന്ന് അവര് അങ്ങോട്ട് ഞെട്ടിപ്പോയി. കാരണം ഇത് മുത്തുമാലയല്ല, അവരുടെ മോളുടെ ഡയമണ്ട് നെക്ലസ് ആയിരുന്നു അത്. അവര് വേഗം തന്നെ പറഞ്ഞു, അയ്യോ ആ പൊതി എന്തിയെ, ആ പൊതിയിൽ ഒരു ജോഡി കമ്മലും കൂടെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇവര് വേഗം തന്നെ നോക്കുമ്പോൾ ആ കമ്മലും ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഇവരിപ്പോ പറഞ്ഞു, ഞങ്ങൾ നേർച്ചകളെല്ലാം നേർന്നു, കുർബാനകളെല്ലാം ചെല്ലിച്ചു, പല സ്ഥലങ്ങളിലും ഞങ്ങൾ നേർച്ചകൾ നേർന്നിരിക്കുകയാണ്, ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി. എവിടെ കളഞ്ഞു എവിടെ പോയെന്ന് ഇവർക്ക് അറിയില്ല. അങ്ങനെ വേഗം തന്നെ ഇവര് പറഞ്ഞു, എന്റെ മോള് വരട്ടെ, നിങ്ങൾക്ക് ഒരു സമ്മാനം അങ്ങി തരുന്നതായിരിക്കും എന്നും പറഞ്ഞു ഇവര് തിരിച്ചു പോരുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ വാർഡ് മെമ്പറിനെയും വിളിച്ചു, മോളെ കൊണ്ട് 2 പേർക്കും ഓരോ ചെറിയ ലോക്കറ്റ് വാങ്ങിച്ചു. സ്വർണത്തിന്റെ ലോക്കറ്റ് വാങ്ങിച്ചു. മെമ്പറിന്റെ സാന്നിധ്യത്തിൽ അവർക്കത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇനി ഇതൊന്നും മറ്റുള്ളവരോടൊന്നും പറഞ്ഞുകൊണ്ട് നടക്കണ്ട, കാരണം എന്റെ മോളുടെ അശ്രദ്ധ കൊണ്ടാണല്ലോ സംഭവിച്ചത്. ഇനി വീട്ടില് അതിനെ ഒരു വഴക്ക് പറയാനോ മറ്റുള്ളവർ ഇത് പറയാനോ ഇടവരരുതെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവര് പറഞ്ഞത്. അങ്ങനെ ഇവരിത് 1 മാസം കൊണ്ട് ആരോടും പറഞ്ഞില്ല. ഈ 4 ദിവസത്തിന് മുന്നേ ഞങ്ങൾ പഞ്ചായത്തില് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇവരെ ഞങ്ങൾ വിളിച്ചു അവിടെ മീറ്റിംഗില്. ആ മീറ്റിംഗിൽ വിളിച്ചപ്പോഴത്തേക്ക് ഈ വാർഡ് മെമ്പർ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോടും അതേപോലെ വൈസ് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഇതിന്റെ മെമ്പർ സെക്രട്ടറി, ഇതിന്റെ ഒരു മെമ്പർ ഉണ്ട്, കാരണം ഹരിതകർമ്മ സേന അംഗങ്ങളുടെ ഒരു മെമ്പറാണ് BO ഇംപ്ലിമെന്റ് ചെയ്യുന്ന, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പറഞ്ഞു, അയ്യോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആദരിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവരെ ആദരിച്ചു. ആദരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവര് താഴെ വന്നു. താഴെ ചാനലുകാരെല്ലാവരും 2 ചാനലുകാർ അപ്പോൾ തന്നെ വന്നു. ഇത് അറിഞ്ഞ ഉടൻ തന്നെ ചാനലുകാരെ വിളിച്ചിട്ടുണ്ടായി. ചാനലുകാർ വന്നു. അവരെല്ലാം ഇവരുടെ ബൈറ്റ് എടുക്കുകയും ഇവരോട് കാര്യങ്ങളെല്ലാം തിരക്കും. അപ്പൊ ഇതിനു മുന്നേ ഒക്കെ ഇവര് കോവിഡ് കാലത്തൊക്കെ നമ്മള് പൈസകൾ കയ്യിൽ കൊടുക്കില്ലല്ലോ, അത് പേപ്പറിൽ പൊതിഞ്ഞൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ പല പൈസകളും ഇവരുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ ഇവരെ ചെല്ലുമ്പോൾ ഇവർക്ക് ആ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ അകത്തു നിന്നൊക്കെ പൊതികൾ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടുന്ന പൈസകളും ഇവര് നേരെ വീട്ടുകാരെ ഏൽപ്പിച്ചും പോരുന്ന അത്രയും ശുദ്ധിയായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമകളാണ് ആ 2 കുട്ടികളും. 2 പേരും കൂലിപ്പണിക്കാരാണ് ഭർത്താക്കന്മാരും. ജെസ്സിയുടെ ഭർത്താവാണെങ്കിൽ അരക്ക് താഴെ തളർന്ന് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളായ ഇവര് ഈ കാണിച്ചത് നമ്മളുടെ നാടിനും മറ്റുള്ളവർക്കും മാതൃകയും നമുക്കൊരു സന്തോഷവുമാണ് തോന്നുന്നത്, നല്ല ഒരു ഇത് കാണിച്ചതിൽ.
അതാണ് ജനങ്ങൾ കൂടുതലും. അതിനോടൊപ്പം തന്നെ 2 ദിവസത്തിന് മുന്നേ നമ്മുടെ തോമസ് മാഷ്, പഴയ MP തോമസ് മാഷ് വന്ന് ഇവരെ ആദരിക്കുകയും 5000 രൂപ വീതം ഇവർക്ക് സമ്മാനം നൽകുകയും ചെയ്തു. അതിനു പുറകെ തന്നെ കൊച്ചി MLA ആയ KJ മാക്സി അവർകള് വന്നിട്ട് അദ്ദേഹവും ഇവർക്ക് 1000 രൂപ വീതം സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ഇവർ ആ 1000 രൂപ വയനാട് ദുരന്തത്തിലേക്ക് സംഭാവനയായി നൽകുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവരെ ഓരോരുത്തരും ആദരിച്ചിരിക്കുകയാണ്. സഹകരണ സൊസൈറ്റി ആദരിച്ചു, കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിക്കുന്നു. ഇന്നിപ്പോൾ മനോരമ ന്യൂസ് അവരും വന്നു ഇവരുടെ ബൈറ്റ് എടുക്കുകയും ഇവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന നല്ല വാക്കുകൾക്ക് അവര് ഒത്തിരി മറുപടികളും കാര്യങ്ങളും ഇവരുടെ പ്രയാസങ്ങളും എല്ലാം അവരോട് തുറന്നു പറയുകയൊക്കെ ചെയ്തു. മാം, ഒരു കാര്യം, നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തില് ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ ഇപ്പം അങ്ങനെ ചെയ്യാൻ അവർക്കുണ്ടായ ഒരു മനസ്സ്, ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി എന്താണ് മാമിന് പറയാനുള്ളത്? മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലായ്മയിൽ നിന്ന് വളർന്നവരായതുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ ഒരു കഴിവ് അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ അത്രയും ദുഃഖത്തിൽ കഴിയുന്നവരാ. ഇപ്പോഴും കടക്കാരാണ്. ജെസി എന്ന് പറയുന്നവർക്ക് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഒരു ലൈഫിന്റെ പദ്ധതിയിൽ വീട് കൊടുത്തു. അവർക്ക് 5 ലക്ഷം രൂപ വരെ കടബാധ്യതയിൽ കൂടി ഇരിക്കുന്നതാ. മറ്റേ കുട്ടിയുടെ ഭർത്താവാണെങ്കിൽ കൂലിപ്പണി എടുത്തോണ്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി പറയുന്നത് അതിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും സുഖമില്ലാതെ കിടക്കുന്നതാണ്. ഈ ജോലികൾ ചെയ്യുന്നതിനിടയിൽ അവരെയും കൂടെ ശുശ്രൂഷിച്ചേച്ചും കൂടെയാണ് വരുന്നത്. അപ്പൊ അവരുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് കിട്ടിയതും അത് തിരിച്ചു കൊടുക്കാനും മനസ്സ് വന്നതും മറ്റുള്ളവർ ഞങ്ങളെ അറിയാനും ഇടവന്നതെന്നാണ് ആ കുട്ടികൾ പറയുന്നത്. ഇത് എത്ര രൂപയുടെ ഡയമണ്ട് ആയിരുന്നു? ഇത് 4.5 ലക്ഷം രൂപ വില മതിക്കുന്ന വസ്തുവായിരുന്നു. ഈ മാലയും ഒരു ജോഡി കമ്മലും.